നമ്മൾ കല്യാണ പർച്ചേസിങ്ങിന് പോവാണ്. ഹേ ഡീസേക്ക് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചധികം നാളുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഷോർട്സ് ഇട്ട സമയത്ത് എന്നോട് കുറേ പേര് എൻ്റെ ലോങ് വീഡിയോ എന്തെങ്കിലും ചോദിച്ചു. അപ്പം പിന്നെ അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പാലക്കാടാണ്. പാലക്കാട് കുറേ നെയ്ത്തി ഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തലേന്ന് രാത്രി 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ അതിനുശേഷം നമുക്ക് രാത്രി ഒരു 11 മണിക്കായിരുന്നു ട്രെയിൻ കയറി രാവിലെ ഒരു 1 മണിയായപ്പോൾ നമ്മൾ പാലക്കാട് എത്തി. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റേ അവിടെ ആയിരുന്നു. എന്നിട്ട് കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ നമ്മുടെ കല്യാണ പർച്ചേസിങ്ങിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അന്ന് രാവിലെ ട്രെയിൻ ചെന്ന് ഇറങ്ങി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നവർ ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അത്യാവശ്യം കുറേ പർച്ചേസ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കല്യാണ പർച്ചേസിങ് കൂടെ അല്ല. അപ്പോൾ സമയം പോകുന്നെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. നമുക്ക് അവസാനം ഒന്നും വാങ്ങാൻ പറ്റാത്ത രീതിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു ബസ് കയറി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വീണ്ടും ഒരു ബസ് കയറിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2-3 ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് 2-3 നേരമൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചു. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്നതാണ് കല്യാണ ചെറുക്കൻ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഷോപ്പിലെത്തിയിട്ടുണ്ട്. ബസ് കയറുന്നിടത്തായാലും രാവിലെ ആ ഒരു അത്യാവശ്യം വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിലും അല്ലാണ്ട് പർച്ചേസിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ബസ്സിൽ. നമുക്ക് 2-3 ബസ്സൊക്കെ പോയതിന് ശേഷമാണ് നമുക്ക് ബസ് കിട്ടിയത്. കാരണം അതേ കണക്ക് ഒത്തിരി തിരക്കാണ്. ആ ഷോപ്പിലായിക്കോട്ടെ ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവിടെ ഷോപ്പ് കിടന്നിട്ട് എന്തിനാണ് അത്രയും ദൂരെ പോയി പാലക്കാടൊക്കെ പോകുന്നത്? നമ്മൾ കുറേ ആളുകൾ വിചാരിക്കുന്നതാണ് പാലക്കാട് പോയിട്ട് ചേച്ചിയുടെ കല്യാണ സാരി എടുക്കണം. കാരണം അങ്ങനെ അവിടെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട്, നെയ്ത്ത് ഗ്രാമമാണ്, അവിടെ പോയി സാരി എടുത്താൽ നല്ല കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ചേച്ചിയുടെ മന്ത്രകോടി, പിന്നെ അവിടുന്ന് തരുന്ന നമ്മൾ ഉടുക്കുന്ന സാരി, പിന്നെ അവിടുന്ന് തരുന്ന മന്ത്രകോടി, പിന്നെ സെറ്റ് മുണ്ടും അല്ലെങ്കിൽ സെറ്റ് സാരി, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാന്നുള്ള രീതിയിലാണ് പോയേക്കുന്നത്. നമുക്ക് മെയിനായിട്ട് 3 സാരിയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ഒരു സാരി ഉടുക്കും, പിന്നെ ചെറുക്കനെ വിടുന്ന് 2 സാരിയും കാര്യങ്ങളൊക്കെ തരും. പിന്നെ അല്ലാണ്ട് കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു പ്ലാൻ ഇല്ലായിരുന്നു, ഏത് കളർ സാരി എടുക്കണം, എങ്ങനത്തെ സാരി എടുക്കണം എന്നൊരു പ്ലാനും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഈ പർച്ചേസിങ്ങിന് പോകുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം തൊട്ട് പർച്ചേസിങ് പോയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം മീൻസ് പർച്ചേസിങ് ചെയ്തതിൻ്റെ അന്ന് രാത്രി ട്രെയിൻ കയറി പിറ്റേ ദിവസം നമ്മൾ വന്നിറങ്ങുവാണ് നാട്ടിൽ. അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഏത് കളർ വേണം, എങ്ങനത്തെ കളർ വേണം ഒന്നും തിരക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പോകാനുള്ള സമയം കിട്ടിയതന്നെ ഭാഗ്യമായിരുന്നു. കാരണം അന്നത്തെ ദിവസം നമ്മൾ വർക്ക് എടുക്കാൻ നിന്നില്ല. കാരണം അത്യാവശ്യം സീസൺ ആയിരുന്നു. നമുക്ക് ഓഗസ്റ്റ് ആ ഒരു ടൈം ആയിരുന്നുകൊണ്ട് നല്ല സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ തിരക്കായതുകൊണ്ട് തന്നെ എങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം അങ്ങനത്തെ ഒരു പ്ലാനും കാര്യങ്ങളും ഇല്ലാതെ അവിടെ ചെന്ന് നമ്മൾ കുറേ സാരി ഡ്രേപ്പ് ചെയ്ത് നോക്കുകയാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ക്ഷമയാണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഒരു ഡ്രസ്സ് എടുത്ത് അവർ ഡ്രേപ്പ് ചെയ്ത് തരുന്നു, വീണ്ടും അടുത്ത് നമ്മൾ പറയുമ്പോൾ അതെടുത്ത് നമുക്ക് ഡ്രേപ്പ് ചെയ്ത് തരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറയും നൂത്ത് കാണിക്കണ്ട, ഞങ്ങൾ പറഞ്ഞതിന് ശേഷം അത് നൂത്തെടുത്താൽ മതി. കാരണം അവർ ഓരോന്ന് ഡ്രേപ്പ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പറയും വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ കുഴപ്പമില്ല, നമുക്ക് ഡ്രേപ്പ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ആണെങ്കിൽ ഈ സാരി ഓക്കെ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ വെഡ്ഡിങ് സാരി 2 എടുത്തായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് പോയേക്കുന്നത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തരുന്ന സെറ്റുമുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി. പിന്നെ അവിടുത്തെ നമുക്ക് കുറച്ചധികം അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കുറച്ച് സെറ്റുമുണ്ടും അല്ലാതെ കസവിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് സെറ്റുമുണ്ട് തിരക്കുവാണ്. എൻ്റെ പൊന്നു ഒരു ഭയങ്കര കളക്ഷനാണ്. അവിടെ മെയിനായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് സാരിയെക്കാളും മെയിനായിട്ട് ഉള്ളത് സെറ്റ് സാരി സെറ്റ് മുണ്ടുമാണ്. നമുക്കൊരു റൂം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീട് പോലെയാണ്, വലിയൊരു വീടാണ്. അപ്പോൾ വീട്ടിലെ ഹാളിലായിട്ട് നമുക്ക് ബില്ലടിക്കുന്ന സെക്ഷൻ, വീടിൻ്റെ അപ്പുറത്തെ റൂമിലായിട്ട് ഒരു സെക്ഷൻ പട്ട് സാരിയുടെ, ഇപ്പുറത്തെ റൂമിലായിട്ട് സെറ്റ് മുണ്ടിൻ്റെ, അങ്ങനത്തെ ഉള്ള രീതിയാണ്. നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ ഫുള്ളൊരു ഹോൾ പോലെ കിടക്കുമല്ലോ. പക്ഷെ ഇതെങ്ങനെയല്ല, ഒരു വീട് പോലെയാണ്. അപ്പോൾ അതിലൊരു റൂം മൊത്തം സാരിയാണ്. ഞങ്ങൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി എടുക്കാൻ പോയ ആ ഭാഗത്ത് നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല. അതേ കണക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. ഭയങ്കര വെറൈറ്റീസാണ്. അതിൻ്റെ കൂടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കൂടെ ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ അത്യാവശ്യം 2000-3000 രൂപയ്ക്ക് കിട്ടുന്ന സെറ്റ് സാരി അവിടെ നമുക്ക് 600 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ഉള്ളിലൊക്കെ നല്ലോണം കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മുടെ അടുത്ത വന്നിട്ട് ചെക്കൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഷർട്ട് വേണോ കുർത്ത വേണോ എന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ അളവിൻ്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 2-3 ട്രയലൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ.
പിന്നെ നമ്മൾ പോയ ഷോപ്പുകാർക്ക് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ഷോപ്പാണുള്ളത്. രണ്ടും ഷോപ്പ് പോലെയല്ല, ഒരു വീട് പോലത്തെ രീതിയിലാണ്, വലിയൊരു വീട് പോലെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ ഇപ്പുറത്ത് കയറി ചെരുപ്പ് ഊരിയിട്ട് അപ്പുറത്ത് പോയി അങ്ങനത്തെ ഉള്ള രീതിയാണ്. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്ക് ചെരുപ്പ് ഏതോ സൈഡിൽ പോയി നമ്മൾ ചെരുപ്പിടാതെ ഓട്ടമായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ട്രെയിൻ നമ്മൾ അത്യാവശ്യം ഡിലേ ആയിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. രാത്രി 1 മണിക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ നമ്മൾ ചെന്ന ദിവസം ശ്രീകൃഷ്ണ ജയന്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ഷോപ്പ് അടയ്ക്കും. അത് അപ്പം നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഫുള്ള് പിന്നീട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങും വേണ്ടേ. അങ്ങനെ ഇറങ്ങാനുള്ള സമയം ഇല്ലാത്ത രീതി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നിൽക്കുന്നിടത്ത് ഒരൊറ്റ ഹോട്ടലില്ല, ഒരൊറ്റ റെസ്റ്റോറൻറ്റില്ല, ഒന്നുമില്ല. ആകെപ്പാടെ അതിന് തൊട്ട് പുറകിലായിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ അവിടെ ചോറുണ്ടായിരുന്നു. മീൻസ് നമ്മുടെ ഇവിടുത്തെ നോർമൽ ചോറല്ല, വേറെ ഏതൊരു രീതിയാണ്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അങ്ങനത്തെ ചോറുണ്ടായിരുന്നു. അവസാനം പിന്നെ അവിടുന്ന് ചോറ് കഴിച്ചു. കാരണം ഇല്ലെങ്കിൽ പിന്നെ അന്ന് അവിടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടുന്ന് ചോറ് കിട്ടി. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം അടുത്തൊന്നും ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു വന്നിട്ട് നമ്മുടെ പർച്ചേസിങ് വീണ്ടും സ്റ്റാർട്ടായി. ഞാൻ ഒരു വിധം എനിക്കറിയത്തില്ല, തളർന്ന് പണ്ടാൻ തുടങ്ങിപ്പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പർച്ചേസിങ്ങിന് പോയാലും രാവിലെ പോകുന്നു, ഒരു അരമണിക്കൂറൊക്കെ കൂടി ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ പർച്ചേസിങ് ചെയ്യും, പിന്നെ നമ്മൾ തിരിച്ചു പോകും, ആ ഒരു രീതിയാണ്. പക്ഷേ ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, എനിക്കറിയത്തില്ല, ഒരു ഒറ്റ നിപ്പാണ് നിന്നത്, ഒരു 5, 6, 7, 8 മണിക്കൂർ വന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അല്ലറ ചില്ലറ ചുരിദാറിൻ്റെ പീസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അവിടെ എല്ലാം ഉണ്ട്, സാരി സെറ്റുമുണ്ട്, സെറ്റ് സാരി, നമ്മുടെ ചുരിദാറിൻ്റെ, പിന്നെ കുട്ടികളുടെ പട്ടുപാടുപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ചുരിദാറിൻ്റെ പീസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ ഓട്ടപ്പായ്ച്ചിലും കാര്യങ്ങളുമാണ്. പിന്നെ എടുക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്നെ അവരൊരു സാരി ഡ്രേപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ പൊന്നെ ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു ബനാറസി ടൈപ്പ് ഒരു സാരിയാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വയലറ്റ് ആൻഡ് ബ്ലൂ കോമ്പോയിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് വന്നിട്ട് എന്നെ ഡ്രേപ്പ് ചെയ്തത് ഒരു ഗോൾഡ് ആൻഡ് റെഡ് കോമ്പോയിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂസിങ് ആണ്, ചേച്ചിയുടെ കല്യാണത്തിന് എന്തിടണമെന്ന്. എനിക്ക് സാരി ഉടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അതുപോലെ എനിക്ക് ധാവണി ഇടണമെന്നുണ്ട്. ഒന്നെങ്കിൽ സാരി അല്ലെങ്കിൽ ധാവണി. പിന്നെ എനിക്കിപ്പോഴും, കാരണം അന്ന് തന്നെ ഞാനാണ് മേക്ക് ഓവർ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് സാരി ഡ്രേപ്പിങ് കൂടെ ചെയ്തിട്ട് എല്ലാം കൂടെ പെട്ടെന്ന് ഓടി നടന്ന് ചെയ്യുകയൊക്കെ വേണ്ടേ. കാരണം വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എൻ്റെ പൊന്നും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓട്ടമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ സാരി ഡ്രേപ്പ് ചെയ്ത് ഓക്കെ ആയിരിക്കുമോ, സാരി എല്ലാം കൂടെ അഴിഞ്ഞു പോകുമോ, എനിക്ക് തന്നെ ടെൻഷനാണ്. കാരണം ഓരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാനാണെങ്കിൽ എല്ലാവരും ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് സാരി ഡ്രേപ്പ് ചെയ്ത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. എനിക്ക് സാരി ഞാൻ തന്നെ അങ്ങോട്ട് ചേരത്തില്ല. ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ സാരി അങ്ങോട്ട് പോകുന്ന രീതിയിലാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, ഇനി എന്ത് വേണമെന്ന്. എന്തായാലും ഒന്ന് ഫൈനലൈസ് ചെയ്യണം, കാരണം ഇനി വലിയ ദിവസമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് നേരത്തെങ്കിലും ഫൈനലൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് തുണിയില്ലാത്ത പോകുന്ന അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എനിക്കും ഡ്രേപ്പ് ചെയ്ത സമയത്ത് ഇവർ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് എനിക്കിതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഈ സാരി എന്നെ ഡ്രേപ്പ് ചെയ്ത 3 സാരി എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് സാരി വേണോ ധാവണി വേണോ എന്നൊരു കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ എന്തൊക്കെയായാലും പറ്റുന്ന അത്രയും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ഓടിപ്പടച്ച് കറക്റ്റ് ഒരു 6 മണി ആയപ്പോഴേക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. കാരണം അവിടെ ഷോപ്പ് അടയ്ക്കാറുള്ള ടൈം അവരുടെ ബില്ലിംഗ് സെക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി ഈ ഷോപ്പ് ഇച്ചിരി കൂടെ ലേറ്റായിട്ടാണ് നോർമലി അടയ്ക്കുന്നത്, പക്ഷേ ഇന്ന് മറ്റേ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് കുറച്ച് നേരത്തെ അടച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പേര് ബസ്സിലും ബാക്കി കുറച്ചൊരു ഓട്ടോയിലുമാണ് വന്നത്. കാരണം അവിടുന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മീൻസ് നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മൾ താമസിച്ച് അവിടേക്ക് ഓട്ടോയിൽ നല്ല ചാർജാണ്. പക്ഷേ എന്തായാലും ഓട്ടോയിൽ പോയേ പറ്റൂ, കാരണം അത്യാവശ്യം കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പേര് ഓട്ടോയിലും പോയി, പിന്നെ നമ്മൾ കുറച്ച് പേര് ബസ്സിലും പോയി. ബസ്സിലാണെങ്കിൽ ഇത്രയും ലഗേജ് വെച്ചുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ആ ഒരു വൈകുന്നേരത്തെ ടൈമിൽ മിക്ക ഷോപ്പും ക്ലോസ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ നിന്ന സ്ഥലത്ത് നമ്മുടെ ഷോപ്പ് മാത്രമല്ല കേട്ടോ, എൻ്റെ പൊന്നു നീണ്ട് നിവർന്ന് കിടക്കുക. നമ്മളിപ്പോൾ ഒരു ടൗണിലൊക്കെ പോകുമ്പോൾ ഫുള്ള് തുണിക്കടയുടെ സെക്ഷൻ ഫുൾ തുണിക്കട, സ്വീറ്റ്സിൻ്റെ സെക്ഷൻ ഫുള്ള് സ്വീറ്റ്സ്, അങ്ങനത്തെ രീതിയിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ബസ്സിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നു, ബാക്കിൽ ചേച്ചിയൊക്കെ തളർന്ന്, ഞാനൊക്കെ എൻ്റെ പൊന്നോ തലയൊക്കെ വെട്ടിപ്പൊളക്കുവാണ്. അങ്ങനെ ലാസ്റ്റ് ട്രെയിനിൽ കയറി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എത്രയൊക്കെ തലവേദന എന്ന് പറഞ്ഞാലും രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ചെറുതായിട്ട് ഞങ്ങൾ പിള്ളേർ മാത്രം ഒന്ന് ഇറങ്ങി കേട്ടോ. പിള്ളേർ മീൻസ് ഞാൻ, ചേച്ചി, പിന്നെ അവിടുത്തെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ റൂമിൻ്റെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി എത്തുന്ന ഷോപ്പിൽ വളഞ്ഞ് പിരിഞ്ഞ് എൻ്റെ പൊന്നു ഏതൊക്കെ റോഡിൽ കൂടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു കടയിലെത്തി. അപ്പോൾ നമ്മൾ ഷവർമ കഴിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഷവർമയൊക്കെ കഴിച്ചു നമ്മൾ റൂമിൽ ചെന്ന് ഏകദേശം 2 മണിക്കൂർ ഉറങ്ങിയിട്ട് നമ്മൾ വീണ്ടും
ഇറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. സോ അപ്പം എന്നുള്ള ഏകദേശം ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി അവിടെ ഇരിക്കുകയാണ്. മൊത്തത്തിൽ എല്ലാവരും കിറങ്ങി അടിച്ച് കിടക്കുകയാണ്. ഞാനങ്ങനെ നോർമലി ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ട്രെയിനിലോട്ട് കയറി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉറങ്ങി പണ്ടാൻ തുടങ്ങിപ്പോയി. അങ്ങനെ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ ഡിയേഴ്സ്, ടാറ്റാ.